ഹായ്, ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഞാനും നിങ്ങളും എല്ലാവരും പലരും ബിസിനസ്സുകാരാണ്. നമുക്ക് ബിസിനസ്സുകാരാണെങ്കിലും അല്ലെങ്കിലും എല്ലാവർക്കും ഉള്ളൊരു ശീലം അല്ലെങ്കിൽ ഒരു ദുശ്ശീലം എന്ന് പറയുന്നത് മടി മിക്ക ആളുകൾക്കും ഉള്ളതാണ്. അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം മടി അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും എന്ന് ഞാൻ ചെറിയൊരു രൂപത്തിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ChatGPT ഇങ്ങനെ വെറുതെ ചോദിച്ചു. ഇപ്പോൾ ChatGPT എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓട്ടോമേഷൻ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓട്ടോമേഷൻ ഇംപ്ലിമെന്റ് ചെയ്താൽ എന്താണ്, നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ തന്നെ സിസ്റ്റംസ് അത് ചെയ്യും. അപ്പോൾ നമ്മളെക്കാൾ അത് ഫുൾ ടൈം, അതായത് നമ്മൾ ഇടപെടാതെ തന്നെ 24 ഹവറും വർക്ക് ചെയ്യുന്ന രൂപത്തിലാവും. കൂടാതെ നമ്മളെക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ പ്ലസ് പോയിന്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ സ്പെസിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ കുറേ നാരോ ചെയ്തിട്ട് അങ്ങനെ ചോദിച്ചു നോക്കി. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് മാർക്കറ്റിങ്ങിലായിരിക്കും. അതായത് കുറേ ലീഡുകൾ വരുന്നതും കുറേ എൻക്വയറി വരുന്നതൊക്കെ. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ കുറേ സ്ട്രീം ലൈൻ ചെയ്ത് അങ്ങനെ പോയി. എനിക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് എനിക്ക് വളരെ അധികം ഇംപ്രസീവായിട്ടായിരുന്നു, വളരെ നമ്മളെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. എനിവേ നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ഞാൻ ChatGPT എടുത്ത് ChatGPTയോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു മടിയനായിട്ടുള്ള ആൾ ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ChatGPT ആദ്യത്തെ ആൻസർ എനിക്ക് കണ്ടോ, ഓട്ടോമേഷൻ, എംബ്രേസ് ടെക്നോളജി ടു ഓട്ടോമേറ്റ് റിപ്പീറ്റീവ് ടാസ്ക് ആൻഡ് യൂസ് ടൂൾസ് ലൈക്ക് കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ആൻഡ് പ്രൊജക്ട് മാനേജ് ടൂൾസ്, അങ്ങനെ അതുപോലെ ഡെലിഗേഷൻ, പ്രയോറിറ്റൈസേഷൻ, ആ ഒരു രൂപത്തിൽ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ടെക്നോളജി, ആ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഞാൻ ഇതിന് ഒന്നും കൂടി സ്ട്രീം ലൈൻ ചെയ്തിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഓട്ടോമേഷന്റെ സഹായത്തോടെ ഒരു മടിയനായിട്ടുള്ള ആള് ബിസിനസ് ചെയ്യാം. അപ്പോൾ ChatGPT പറയുന്നതാ കുറേ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്നും പോകണ്ട. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വാട്സപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി ക്വസ്റ്റ്യൻ സ്ട്രീം ലൈൻ ചെയ്തു, ഒന്നുകൂടി ഒരു സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് വാട്സപ്പ് ഓട്ടോമേഷന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു മടിയനായിട്ടുള്ള ആള് ബിസിനസ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതാ പറയുന്നു, കണ്ടോ, അതായത് ഈ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനെ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ഒന്നുകൂടി സ്ട്രീം ലൈൻ ചെയ്തിട്ട് ചോദിക്കുകയാണ്. അതായത് ഒരു ലേസി മാൻ എങ്ങനെയാണ് ബിസിനസ് മാർക്കറ്റിംഗ് ഓട്ടോമേഷന്റെ സഹായത്തോട്, വാട്സപ്പ് മാർക്കറ്റിംഗ് ഓട്ടോമേഷന്റെ സഹായത്തോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതാ, ബൾക്ക് മെസ്സേജിങ്, പേഴ്സണലൈസ്ഡ് മെസ്സേജിങ് നമ്മൾ ചെയ്യുന്നതാണ്, ഓരോരുത്തരുടെ പേരെടുത്തിട്ടുള്ള മെസ്സേജിങ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസ്, കീവേഡ് ട്രിഗേഴ്സ്, അതായത് ഓരോ കീവേഡ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ആൻസറുകൾ പോലെ, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്, അതായത് ചാറ്റ് ബോട്ടും മറ്റുള്ള കാര്യങ്ങളും അതൊക്കെയാണ്. അതുപോലെ പ്രോഡക്റ്റ് ലോഞ്ചും മറ്റുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ വാട്സപ്പിലൂടെ ഇൻഫോം ചെയ്യുന്നത്, അതായത് ഷെഡ്യൂൾ ചെയ്തേക്കുക, ആ സംഭവങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ ഇ-കൊമേഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ അബാൻഡൻ കാർട്ട് റിക്കവറി, അതുപോലെ കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാംസ്, ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂസ്, ലീഡ് ജനറേഷൻ, നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സസ് ഉപയോഗിച്ച് ലീഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ നേരിട്ട് വാട്സപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ലീഡ് നർച്ചറിങ്ങും സീക്വൻസിങ്ങും കാര്യങ്ങളും ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ അനലിറ്റിക്സ്, ചാറ്റ് ബോട്ട് ഫോർ ഇൻസ്റ്റന്റ് റെസ്പോൺസസ്, ഇത്രയും കാര്യങ്ങളാണ് ChatGPT പറഞ്ഞത്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം നമ്മളോട് പറയുന്ന കാര്യങ്ങളാണിത്. അങ്ങനെ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എന്താക്കി, മാർക്കറ്റിങ്ങിലൊപ്പം സെയിൽസും കസ്റ്റമർ സപ്പോർട്ടും കൂടി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ വരുന്ന ആൻസേഴ്സ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഓട്ടോമേറ്റഡ് ബ്രോഡ്കാസ്റ്റ്, പേഴ്സണലൈസ്ഡ് ക്യാമ്പയിൻസ്, കീവേഡ് ട്രിഗർ, സെയിൽസിനാണെങ്കിൽ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്, അബാൻഡൻ കാർട്ട് റിക്കവറി, ലീഡ് നർച്ചറിങ്, ഓർഡർ ട്രാക്കിംഗ്, കസ്റ്റമർ സപ്പോർട്ടിലാണ് ചാറ്റ് ബോട്ട്, അതുപോലെ ഓട്ടോമേറ്റഡ് ടിക്കറ്റിംഗ് സിസ്റ്റം, നോളജ് ബേസ് ഇൻ്റഗ്രേഷൻ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒരു വാട്സപ്പ് ഉപയോഗിച്ച് ചെയ്യാം. കൂടാതെ അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്, മടിയന്മാർക്ക്, മടി പിടിച്ചടക്കുന്നവർക്ക്. കാരണം ഒരു മടി പിടിച്ച ആൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു സിമ്പിളായിട്ട് ആ ഒരു ടാസ്ക് എങ്ങനെ ചെയ്യാം എന്നറിയുന്നത്. അയാളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുന്നത്. ഞാൻ പിന്നെയും പറയാണ്, ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് ആവശ്യം. ഇനി അങ്ങോട്ട് സ്മാർട്ട് വർക്കും അല്ല, എക്സ്ട്രാ സ്മാർട്ട് വർക്കാണ് ആവശ്യം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ മടിച്ചു നിന്നിട്ടോ അല്ലെങ്കിൽ പുറകോട്ട് നിന്നിട്ടോ യാതൊരു കാര്യമില്ല. ഇപ്പോഴത്തെ കാലം അറിയാലോ, വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് മൂവ് ചെയ്യുന്നുണ്ടാവും, ആളുകൾ പരസ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. നമ്മുടെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ
പരസ്യം ചെയ്യും. ഇതൊരു ഫുൾ ജേണി ആയിട്ട് അവർ കൊണ്ടുപോകുന്നില്ല. പകുതി വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതായത് ലീഡ് എടുക്കുന്നു, പിന്നെ മാനുവലിലേക്ക് വീണ്ടും പോകുന്നു. പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് താനും. പക്ഷെ അതിനോടനുബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലോ, നമ്മൾ ആന വാങ്ങിയ ആൾക്ക് തോട്ടി വാങ്ങുക, അല്ലെങ്കിൽ ആന വാങ്ങിയ സമയത്ത് തോട്ടി കൂടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താവും, വളരെ നന്നാവും. അപ്പോൾ അതിലൂടെ കുറച്ച് ഏതായാലും മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കുറച്ചുകൂടി ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും, ഒന്നുകൂടി ഒരു പ്ലസ് കിട്ടും. ആ രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നാവില്ലേ. എനിവേ, വീഡിയോ കണ്ടതിന് നന്ദി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ഷാഫി.